നമസ്കാരം, ഞാൻ കവിത. അക്ഷരഭരണിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അരാഷ്ട്രത്തിൻ്റെ ക്ലാസ്സാണ്. 5ാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ബേഡി. നമുക്കിനി പാഠത്തിലോട്ട് കടക്കാം. പാഠത്തിൻ്റെ പേര് ബേഡി. ഇത് എഴുതിയിരിക്കുന്നത് ജയശങ്കർ പ്രസാദാണ്. ബേഡി എന്ന് പറഞ്ഞാൽ വിലങ്ങ്. നമുക്കിനി ഓരോ ലൈനായിട്ട് വായിച്ച് അർത്ഥം നോക്കാം. ബാപ്പുജി ഏക്ക് പൈസ. സർ, ഒരു പൈസ. മൈ സുൻകർ ചൗങ് പട കിത്തനി കാരുണിക് ആവാസ് ഥി. ഞാൻ അത് കേട്ട് നോക്കി. എത്ര ദയാവായ്പുള്ള ശബ്ദമായിരുന്നു അത്. ദേഖോ തോ ഏക് 9-10 ബർസ് കാ ലഡ്ക അന്തേ കി ലാട്ടി പകടെ ഖടാ ഥ. നോക്കിയപ്പോ ഒരു 9-10 വയസ്സുള്ള ഒരു കുട്ടി അന്ധന് സഹായിയായി നിൽക്കുന്നു. മൈനെ കഹാ, സൂർദാസ് യഹ് തുംകോ കഹാ സേ മിൽ ഗയാ. ഞാൻ പറഞ്ഞു, സൂർദാസ്, ഇവനെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി? അന്തേക്കോ അന്താന കഹ്കർ സൂർദാസ് കെ നാം സേ പുകാർനെ കി ചാൽ മുച്ചെ ഫലി ലഗി. അന്ധനെ അന്ധൻ എന്ന് വിളിക്കാതെ സൂർദാസ് എന്ന് വിളിക്കാനുള്ള ആ രീതി എനിക്ക് നല്ലതായി തോന്നി. സൂർദാസ് ഒരു കവിയാണ്. അദ്ദേഹം കണ്ണ് കണ്ടുകൂടാത്ത ആളായിരുന്നു. അപ്പൊ ആ കവിയെ ഉദ്ദേശിച്ചിട്ടാണ് ഈ അന്ധനെ കണ്ടപ്പോൾ നമ്മുടെ റൈറ്റർ ജയശങ്കർ പ്രസാദ് സൂർദാസ് എന്ന് വിളിച്ചത്. ഈ സംബോധൻ മേ ഉസ് ദീൻ കി അഫാവ് കി ഓർ സഹാനുഭൂതി ഓർ സമ്മാൻ കി ഭാവന ഥി. അങ്ങനെ വിളിച്ചത് കൊണ്ട് അയാളുടെ കുറവ്, അതായത് അന്ധതയ്ക്ക് നേരെ ഒരു സഹാനുഭൂതിയും അയാളെ ബഹുമാനിക്കുന്നതുമായിരുന്നു ആ വാക്കുകൾ. വെങ്ങിന ഥ, തമാശയായിട്ടല്ല ഞാൻ അങ്ങനെ വിളിച്ചത്. ഉസ്നെ കഹ ബാപ്പുജി യഹ് മേരാ ലഡ്കാ ഹെ. അയാൾ പറഞ്ഞു, സർ, ഇത് എന്റെ മകനാണ്. മുച്ചെ അന്തേ കി ലക്കടി ഹെ, എന്റെ സഹായിയാണ്. इसके रहने से पेट फर खाने को मांग सकता हूँ और दबने कुचलने से भी बच जाता हूँ. ഇവനുള്ളത് കൊണ്ട് വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണം ലഭിക്കുന്നുണ്ട്. അതുപോലെ മറ്റു തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടാനും കഴിയുന്നുണ്ട്. മൈനെ ഉസേ ഇക്കന്നി ദി. ബാലകിനെ ഉത്സാഹ സേ കഹ, ആഹാ ഇക്കന്നി. ബൂട്ടനെ കഹ, ദാദാ ജുഗ് ജുഗ് ജിയോ. ഞാൻ അവർക്ക് നാണയം കൊടുത്തു. വയസ്സായ അയാൾ പറഞ്ഞു, സർ, ദീർഘായുസായി ഇരിക്കട്ടെ. മൈ ആകെ ബഡ അവർ സോച്താ जाता था, इतने कष्ट में जो जीवन बिता रहा है उसके विचार में भी जीवन सबसे अमूल्य वस्तु है भगवान. ഞാൻ മുന്നോട്ട് നടന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഇത്രയും കഷ്ടപ്പെട്ട ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അവരുടെ ചിന്തയിലും ജീവിതം ഒരു അമൂല്യ വസ്തുവാണ്. ഈശ്വര എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചു. दीननाथ करो क्यों देरी. दशाश्वमेध की ओर जाते हुए मेरे कानों में एक प्राउड स्वर सुनाई पड़ा. ദശാശ്വമേധിലേക്ക് പോകുന്ന സമയത്ത് എന്റെ ചെവിയിൽ ഒരു പ്രൗഢസ്വരം കേട്ടു. ഉസ്മേ സച്ചി വിനയ് थी, वही जो तुलसीदास जी की विनय पत्रिका में ओतप्रोत है. ആ വിളിയിൽ ശരിക്കും വിനയമുണ്ടായിരുന്നു. ഏതുപോലെ എന്നാൽ തുളസീദാസ് ജിയുടെ വിനയ പത്രികയിലുള്ളതുപോലെ. വഹി ആകുലത സാഞ്ചിദ്യ കി പുകാർ പ്രബൽ പ്രഹാർ സേ വ്യഥീത് കി കരാഹ്. അതേ വ്യാകുലത, ഒരു വേദനാജനകമായ സാഹചര്യം. മോട്ടോർ കി ദംഫ് ഫരി ഫീഷൻ ഫോഫോ മേ വിലീൻ ഹോക്കർ ഫി വായുമണ്ഡൽ മേ തിർനെ ലഗി. വാഹനങ്ങളിൽ നിന്നും ഉള്ള പുക ആകാശത്ത് ഒരു കറുത്ത പടലം പോലെ കാണപ്പെട്ടു. മൈ ആവാഗ് ഹോക്കർ ദേഖനെ ലഗ വഹി ബൂഠ കിന്തു ആജ് അകേല ഥ. ഞാൻ നോക്കിയപ്പോൾ അതേ വയസ്സൻ, എന്നാൽ ഇന്ന് അയാൾ ഒറ്റയ്ക്കായിരുന്നു. മൈനെ ഉസേ കുച്ച് ദേത്തെ ഹുയെ പൂച്ച ക്യോം ജി ആജ് വഹ് തുമ്ഹാര ലഡ്ക കഹാ ഹേ. ഞാൻ അയാൾക്ക് പൈസ കൊടുത്തുകൊണ്ട് ചോദിച്ചു, നിങ്ങളുടെ മകൻ എവിടെയാണ്? ബാബുജി ഫീക്ക് മേം സേ കുച്ച് പൈസേ ചുരാക്കർ രക്താ ഥാ, വഹി ലേക്കർ ഭാഗ് ഗയ, ന ജാനെ കഹാ ഗയ. സർ, ഫിഷ കിട്ടുന്നതിൽ നിന്നും കുറച്ചു പൈസ മാറ്റി വയ്ക്കുമായിരുന്നു. അതും എടുത്ത് അവൻ എവിടെയോ പോയി. എവിടെ പോയെന്ന് അറിയില്ല.
ഉൻ ഫുട്ടി ആങ്കോം സെ പാനി ബഹിനെ ലഗ. ആ വയസ്സായ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകാൻ തുടങ്ങി. മൈനെ പൂച്ച, ഉസ്കാ പതാ നഹി ലഗ കിത്തനെ ദിൻ ഹുയേ. ഞാൻ ചോദിച്ചു, അവനെ അന്വേഷിച്ചില്ലേ, എത്ര ദിവസമായി പോയിട്ട്? ലോഗ് കാത്തെ ഹൈ കി വഹ് കൽക്കത്ത ഭാഗ് ഗയ. ആളുകൾ പറയുന്നത് അവൻ കൽക്കട്ടയിലേക്ക് കടന്നു കളഞ്ഞു എന്നാണ്. ഉസ് നട്കഡ് ലഡ്കെ പർ ക്രോധ് സെ ഫരാ ഹുവാ മൈ ഘാട് കി ഓർ ബഡ. ആ കുട്ടിയോട് ദേഷ്യം തോന്നി ഞാൻ മുന്നോട്ട് നടന്നു. വഹാം ഏക് വ്യാസജി ശ്രവൺ ചരിത്ര കി കഥ കഹ് രഹേ ഥേ. അവിടെ ഒരു വ്യാസജി ശ്രവണ ചരിത്രം കഥ പറയുകയായിരുന്നു. മൈ സുൻത്തെ സുൻത്തെ ഉസ് ബാലക് പർ അധിക് ഉത്തേജിത് ഹോ ഉട. ഞാൻ ആ കഥ കേട്ട് ആ ബാലകനോട് കൂടുതൽ ഉത്തേജിതനായി. देखा तो पानी की कल का धुआं पूर्व के आकाश में अजगर की तरह ഫൈൽ रहा था. നോക്കിയപ്പോ ആകാശം മേഘാവൃതമായിക്കൊണ്ടിരുന്നു. കൈ മഹീനെ ബീത്തിനെ പർ ചൗക് മേ വഹി ബൂട്ട ഫിർ ദിഖായി പട. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വയസ്സനെ വീണ്ടും കാണാനിടയായി. ഉസ്കി ലാട്ടി പകടെ വഹി ലഡ്ക അഖഡ ഹുവാ രഖാഡാ ഥാ. അയാളുടെ വടിയും പിടിച്ച് ആ കുട്ടിയും ഒപ്പമുണ്ടായിരുന്നു. മൈനെ ക്രോധ് സെ പൂച്ച, ക്യോംബേ തു അന്തേ പിതാക്കോ ചോടുകർ കഹാ ഭാഗാ ഥാ. ഞാൻ ദേഷ്യത്തോടെ ചോദിച്ചു, നീ ഈ വയസ്സായ അച്ഛനെയും ഉപേക്ഷിച്ചിട്ട് എങ്ങോട്ട് പോയതായിരുന്നു? വഹു മുസ്കുരാത്ത ഹുവാ ബോല, ബാപ്പുജി നൗകരി ഖോജിനെ ഗയാ ഥാ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സർ, ജോലി അന്വേഷിച്ചു പോയതായിരുന്നു. മേരാ ക്രോധ് ഉസ്കി കർത്തവ്യ ബുദ്ധി സെ ശാന്ത് ഹുവ. എന്റെ ദേഷ്യം അവന്റെ കർത്തവ്യബോധത്തിൽ ശാന്തമായി. മൈനെ ഉസേ കുച്ച് ദേത്തെ ഹുയേ കഹാ, ലഡ്കെ തേരി യഹി നൗകരി ഹെ. ഞാൻ അവന് പൈസ കൊടുത്തുകൊണ്ട് പറഞ്ഞു, കുട്ടി, ഇതാണ് നിന്റെ ജോലി. തൂ അപ്പനെ ബാപ്പുക്കോ ചോടുകർ ന ഫാഗാക്കർ. ഇനി ഒരിക്കലും നീ നിന്റെ അച്ഛനെ ഉപേക്ഷിച്ച് പോകരുത്. ബൂഠാ ബോൽ ഉട, ബാബുജി അബ് യഹി നഹി ഫാഗ് സഗേഗ. വയസ്സൻ പറഞ്ഞു, സർ, ഇവൻ ഇനി ഒരിക്കലും ഓടിപ്പോവില്ല. ഇസ്കെ പൈരോമേ ബേഡി ഡാൽ ദി ഗയി ഹെ. ഇവന്റെ കാലുകളിൽ വിലങ്ങിട്ടിരിക്കുകയാണ്. മൈനെ ഘൃണ ഔർ ആശ്ചര്യ സെ ദേഖ സച്ച്മുച്ച് ഉസ്കെ പൈരോമേ ബേഡി ഥി. ഞാൻ വെറുപ്പോടും ആശ്ചര്യത്തോടും കൂടി നോക്കി. അപ്പോൾ ആ കുട്ടിയുടെ കാലുകളിൽ ശരിക്കും വിലങ്ങിട്ടിരിക്കുകയായിരുന്നു. ബാലഹ് ബഹുത്ത് ധീരെ ധീരെ ചൽ സക്താ. കുട്ടി വളരെ പതുക്കെ പതുക്കെയാണ് നടന്നുകൊണ്ടിരുന്നത്. മൈനെ മൻഹി മൻ കഹ, ഹേ ഭഗവാൻ, ഫീ മംഗ്വാനെ കെ ലിയെ പേട് കെ ലിയെ ബാപ് അപ്പനെ ബേട്ടെ കി പൈരോ മേ ബേഡി ഫീ ഡാൽ സക്താ ഹെ. ഞാൻ മനസ്സിൽ ചിന്തിച്ചു, അല്ലയോ ഈശ്വര, ഭിക്ഷ യാചിക്കാൻ വേണ്ടി, അതായത് ഒരു നേരത്തെ വിശപ്പിന് വേണ്ടി അച്ഛൻ സ്വന്തം മകന്റെ കാലിൽ വിലങ്ങുകൾ പോലും അണിയിക്കാൻ തയ്യാറാകുന്നു. എന്ത് കാലക്കേടാണ് ഈശ്വര. അവർ വഹ് നട്കഡ് ഫിർഫി മുസ്കുരാത്താ ഹെ. എന്നിട്ടും ആ വികൃതി ചിരിക്കുകയാണ്. സൻസാർ തേരി ജയ് ഹോ. അല്ലയോ ലോകമേ, നീ ജയിക്കട്ടെ. മൈ ആകെ ബഡ് ഗയ. ഞാൻ മുന്നോട്ട് പോയി. മൈ ഏക് സജ്ജൻ കി പ്രതീക്ഷ മേ ഖടാ ഥാ. ഞാൻ ഒരു ആളെ പ്രതീക്ഷിച്ച് നിൽക്കുകയായിരുന്നു. ആജ് നാവ് പർ ഘൂമിനെ കാ ഉൻസെ നിശ്ചയ ഹോ ചുകാ ഥാ. ഇന്ന് വള്ളത്തിൽ അയാളോടൊപ്പം, അതായത് ബോട്ടില് അയാളോടൊപ്പം യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. ഗാഡി മോട്ടോർ താങ്കെ ടക്രാത്തെ ടക്രാത്തെ ഫാഗെ ജാ രഹേ ഥേ. വളരെ തിരക്കുള്ള റോഡാണ്. അവിടെ വണ്ടികളും റിക്ഷകളും ഒക്കെ പാഞ്ഞു പോയിക്കൊണ്ടിരുന്നു. സബ് ജൈസെ വ്യാകുൽ. എല്ലാവരും വളരെ തിരക്കിലായിരുന്നു. മൈ ദാർശനിക് കി തരഹ് ഉൻകി ചഞ്ചലത കി ആലോചന കർ രഹാ ഥാ. ഞാൻ ഒരു കാഴ്ചക്കാരനെ പോലെ ആളുകളുടെ തിരക്കും വെപ്രാളവും ഒക്കെ കണ്ട് ഞാൻ മനസ്സിലിങ്ങനെ ചിന്താകുലനായിട്ട് നിൽക്കുകയായിരുന്നു. സിറസ് കെ വൃഷ് കി ആഡ്മേ ഫിർ വഹി കണ്ടസ്വർ സുനായി പട. അരയാലിന്റെ ചുവട്ടില് വീണ്ടും ആ ഒരു കണ്ടസ്വരം, അതായത് ആ ഒരു വൃദ്ധന്റെ സ്വരം എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ബൂട്ടേനെ കഹ ബേട്ട 3 ദിൻ ഔർ നല്ലേ പൈസ. ആ വയസ്സായ ആള് പറയുകയാണ്, 2-3 ദിവസം കഴിയട്ടെ, എന്നിട്ട് പൈസ തരാം. മൈനെ രാംദാസ് സെ കഹാ ഹെ 7 ആനെ മേ തേരാ കുർത്ത ബൻ ജായേഗ.
ഞാൻ രാംദാസിനോട് പറഞ്ഞിട്ടുണ്ട് 7ാമത്തെ ദിവസം നിനക്കുള്ള കുർത്ത റെഡിയാവും. അബ് ഠണ്ഡെ പട്നെ ലഗി ഹെ, ഇനി തണുപ്പ് കാലമാണ്, അപ്പം നിനക്കൊരു ഷർട്ട് ആവശ്യമാണ്. അപ്പം 7ാമത്തെ ദിവസം നമുക്ക് പൈസ ശേഖരിച്ച് ആ ഷർട്ട് വാങ്ങാം, അതിനുശേഷം നിനക്ക് ഞാൻ പൈസ തരാം എന്ന് വൃദ്ധൻ പറയുകയാണ്. ഉസ്നെ ടുനക്തെ ഹുയെ കഹ നഹി ആജ് മുച്ചെ ദോ പൈസേ ദോ. അപ്പൊ കുട്ടി പറയാണ്, ഇല്ല ഇന്ന് തന്നെ എനിക്ക് 2 പൈസ വേണം. മൈ കച്ചാലു ഖാവുങ്ക, ഞാനൊരു പലഹാരം, കച്ചാലു എന്ന് പറഞ്ഞാൽ ഒരു ബോണ്ടയൊക്കെ പോലെയുള്ള ഒരു പലഹാരമാണ്, അത് കഴിക്കാനാണ് എനിക്ക് പൈസ വേണ്ടത്. കുട്ടി വാശി പിടിച്ചു. വഹ് ദേഖോ ഉസ് പട്ടരി പർ ബിക് രഹാ ഹെ, അതായത് റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ്, അത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് കുട്ടി വാശി പിടിച്ചു. ബാലയ്ക്ക് മുംഹ് അവർ ആഘുമേ പാനി ഫരാരഹാദ, കുട്ടിയുടെ വായിലും അതുപോലെ തന്നെ കണ്ണിലും നിറഞ്ഞിരുന്നു. അതായത് കുട്ടി കരയുകയും ചെയ്യുകയാണ്, അതുപോലെ തന്നെ വളരെ കൊതിയോടുകൂടി അത് കഴിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുകയായിരുന്നു. ദുർഭാഗ്യസേ ബൂട്ട ഉസേ പൈസ നഹി ദേ സക്താദ, എന്നാൽ ദുർഭാഗ്യവശാൽ അയാള് പൈസ കൊടുക്കാനുള്ള സമ്പത്ത് അയാൾക്കില്ലായിരുന്നു, അതുകൊണ്ടാണ് അയാൾക്ക് പൈസ കൊടുക്കാൻ കഴിയാത്തത്. വഹ്ന ദേനെ കെ ലിയെ ഖാഡ് കർത്താ ഹി രഹാ പരന്തു ബാലകി ഹി വിജയ് ഹു. അപ്പോൾ അത് കുട്ടി ഇങ്ങനെ വാശി പിടിച്ചു, എനിക്ക് പൈസ വേണമെന്നും വാശി പിടിച്ചപ്പോൾ കുർത്ത തയ്ക്കാനുള്ള പൈസയിൽ നിന്ന് 2 രൂപ എടുത്ത് ആ കുട്ടിക്ക് കൊടുത്തു. വഹ് പൈസ ലേക്കർ സടക് കി ഉസ് പട്ടരി പർ ചല, കുട്ടി പൈസയും മേടിച്ചിട്ട് അപ്പുറത്തെ സൈഡിൽ റോഡ് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് സൈഡിൽ പോവാൻ തുടങ്ങിയായിരുന്നു. ഉസ്കെ ബേഡി സെ ജക്കടെ ഹുയെ പൈർ പൈതര കാട്ട് കർ ചൽ രഹേതെ, ആ കുട്ടിയുടെ കാലിൽ വിലങ്ങ് അണിയിച്ചിട്ടുണ്ട്, അപ്പൊ അതുകൊണ്ട് വളരെ സ്ലോ ആയിട്ട് മാത്രം, വളരെ പതുക്കെ മാത്രമേ ആ കുട്ടിക്ക് നടന്നു പോവാൻ പറ്റിയിരുന്നുള്ളൂ. ജയ്സെ യുദ്ധ വിജയിക്കേലി, അതായത് 2 രൂപ കിട്ടിയപ്പോ ഒരു യുദ്ധം ജയിച്ച പോലെയുള്ള ഒരു മാനസികാവസ്ഥയായിരുന്നു കുട്ടിക്ക്. നവീൻ ബാബു 40 മീൽ की स्पीड से मोटर अपने हाथ से दौड़ा रहे थे. നവീൻ ബാബു 40 കിലോമീറ്റർ വേഗതയിൽ അയാളെ വണ്ടി ഓടിച്ചു വരികയായിരുന്നു. ദർശകോങ്കി ചിത്കാർ സെ ബാലക് ഗിർപട ഫീഡ് ദൗഡി, ആളുകൾ നിലവിളിച്ചു, അതോടൊപ്പം കുട്ടി റോഡിലേക്ക് വീഴുകയും ചെയ്തു. മോട്ടോർ നികൽ ഗയി और वह बूटा विकल हो रोने लगी. മോട്ടോർ അതായത് വാഹനം നിർത്താതെ ഓടിച്ചു പോയി. വയസ്സായ മനുഷ്യൻ കരയുകയായിരുന്നു. അന്താക്കി ദർജായ്, കണ്ണു കണ്ടുകൂടാത്ത ആ മനുഷ്യൻ എവിടേക്ക് പോകാനാണ്? ഏക്കിനെ കഹ ചോട് അധിക നഹി, ഒരാൾ പറഞ്ഞു ആ മുറിവ് അധികമില്ല. ദൂസരനെ കഹ ഹത്യാരനെ ബേഡി പഹനാ ദീ ഹെ നഹി തോ ചോട് ക്യോं ഖാത്ത, രണ്ടാമത് ആള് പറഞ്ഞു ആ ദുഷ്ടൻ അതായത് കൊലയാളി അയാൾ എന്താ ചെയ്തിരിക്കുന്നത്, മകന്റെ കാലില് വിലങ്ങിട്ടിരിക്കുകയാണ്, വിലങ്ങില്ലായിരുന്നെങ്കിൽ അവന് ഇങ്ങനെ മുറിവൊന്നും ഏൽക്കില്ലായിരുന്നു. ബൂട്ടേനെ കഹ കാട്ട് ദോ ബേഡി ബാബ മുച്ചേ ന ചാഹിയേ, വയസ്സായ അയാള് നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു കാട്ട് ദോ ബേഡി ബാബ മുച്ചേ ന ചാഹിയേ, ആ വിലങ്ങുകൾ മുറിച്ചു മാറ്റൂ, എനിക്ക് ഇനി അവന്റെ കാലില് വിലങ്ങ് അണിയിക്കണ്ട. और मैंने हदबुद्धि होकर देखा कि बालक के प्राण പക്കേരു അപ്പനി ബേഡി കാട്ട് ചുകേ थे. ഞാൻ നോക്കിയപ്പോ ബാലകൻ ആ റോഡിൽ കിടന്ന് പിടഞ്ഞു മരിച്ചിരുന്നു. ഇനി അവന് വിലങ്ങ് മുറിക്കേണ്ട ഒരു ആവശ്യവുമില്ലെന്ന് എനിക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഈ പാഠം ഇവിടെ കഴിയുകയാണ്. ഇന്ന് പഠിച്ച 5ാമത്തെ പാഠം ഇവിടെ കഴിയുകയാണ്. അടുത്ത ദിവസം ഈ പാഠത്തിന്റെ തന്നെ നോട്ട്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.